PSC അംഗങ്ങളുടെ ശമ്പള വർധനമാണ് ഇന്നത്തെ പ്രധാന വാർത്ത. എല്ലാ മാധ്യമങ്ങളും അതാണ് പ്രധാന വാർത്ത നൽകിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോൾ മുതൽ ഇത് പ്രധാന വാർത്തയായി വന്നുകൊണ്ടിരുന്നു. PSC അംഗത്തിന് ശമ്പളത്തിലുണ്ടായ വർധനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ വാർത്ത പുറത്തു വന്ന ഉടനെ മാതൃഭൂമി സംഘടിപ്പിച്ച ഒരു ചർച്ചയിൽ മുൻ ന്യായാധിപനായിരുന്ന കമാൽ പാഷ രോഷത്തോടെ പറഞ്ഞ ചില കാര്യങ്ങൾ കാണാതെ പോകുന്നത് ശരിയല്ല. കമാൽ പാഷയുടെ അഭിപ്രായത്തിൽ ഇത് മൊത്തം അഴിമതിയാണ്. പക്ഷെ ഒരു സത്യം പറഞ്ഞു, PSC തെരഞ്ഞെടുത്ത് അഡ്വൈസ് മെമ്മോ കൊടുക്കുന്നവർക്ക് പോലും സർക്കാർ നിയമനം നൽകുന്നില്ലെന്ന്. അത് PSC അംഗങ്ങളുടെ കുഴപ്പമല്ല. കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ അടിസ്ഥാന ശമ്പള സ്കെയിലാണ് PSC അംഗത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, PSC അംഗത്തിന് അനുവദിച്ചിരിക്കുന്ന തുകയിൽ നിന്ന് വേണം അയാളുടെ മുഴുവൻ ചെലവ് നടന്നു പോകാൻ. ജില്ലാ ജഡ്ജിക്ക് മാസ ശമ്പളത്തിന് പുറമെ കാറ്, അതിനുള്ള ഡ്രൈവർ, പോരാഞ്ഞിട്ട് 35,000 രൂപ പ്രതിമാസം വീട്ടുവാടക വേറെയും കിട്ടും. ഒരു PSC അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വീട്ടുവാടക കയ്യിൽ നിന്നുണ്ടാക്കണം. അതായത് 3,50,000 നിന്ന് 35,000 രൂപ അതിന്റെ പേരിൽ തന്നെ കുറയ്ക്കണം. ഇനിയുമുണ്ട്, ജില്ലാ ജഡ്ജിക്ക് കാർ അനുവദിച്ചിട്ടുണ്ട്. PSC അംഗം സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കാർ വാങ്ങി, കയ്യിൽ നിന്ന് പണം മുടക്കി ഇന്ധനം നിറച്ച് വണ്ടിയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണം. തിരുവനന്തപുരം ജില്ലാ ജഡ്ജി തിരുവനന്തപുരത്ത് മാത്രം കറങ്ങിയാൽ മതി. ഒരു PSC മെമ്പർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് ഇന്റർവ്യൂകൾ നടത്താൻ ബാധ്യസ്ഥരാണ്. ഏതാണ്ട് 100ഓളം ജില്ലാ ജഡ്ജിമാരും 14 കൺസ്യൂമർ കോടതി ജഡ്ജിമാരും വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളും സംസ്ഥാന സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. 2016 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഇവരുടെ എല്ലാം ശമ്പള വർധനവ് നടത്തിയിരിക്കുന്നത്. PSCയിൽ അവസാന ശമ്പള വർധനവ് നടത്തിയത് 2006-ലാണ്. ഇത്രയും ഇവിടെ പറഞ്ഞത് ശമ്പള വർധനവിനെ ന്യായീകരിക്കാനല്ല, വ്യക്തിപരമായി ഞാനും അതിനെതിരാണ്. എന്നാൽ കമാൽ പാഷയുടെ ആക്ഷേപങ്ങളിലെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ജില്ലാ ജഡ്ജിയേക്കാൾ ഉയർന്ന റാങ്കിൽ, അതായത് ഹൈക്കോടതി ജഡ്ജിയുടെ റാങ്കിൽ ജോലി ചെയ്ത ഒരാൾക്ക് ഏതാണ്ട് ഇതിനേക്കാൾ 50% ശമ്പള വർധനവുണ്ട്. അവർക്ക് ആ ശമ്പളം കൊടുക്കുന്നതിനുള്ള പരാതിയുമല്ല ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ വർഷങ്ങളോളം ശമ്പളം മേടിച്ച ഒരാൾ ഇതുപോലെ ഒരു വിടുവായുത്തരം പറഞ്ഞതിലുള്ള രോക്ഷം കൊണ്ടും താരതമ്യം ചെയ്യുന്നതിനും വേണ്ടിയാണ് പറഞ്ഞത്. ന്യായാധിപന്മാർക്ക് ഈ വർദ്ധിച്ച ശമ്പളം നൽകുന്നത് അവർ ന്യായാധിപന്മാരായിരിക്കുന്ന കാലത്ത് ജനങ്ങളിൽ നിന്ന് അകന്ന് പൊതുപരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്ന്, ശരിക്കു പറയുകയാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ ചില നിയന്ത്രണങ്ങളിൽ പെടുന്നു. അതിന്റെ പ്രതിഫലമാണ് ഈ വലിയ തുക ശമ്പളമായി അവർക്ക് നൽകുന്നത്. സാധാരണക്കാരുമായി അടുത്ത് ഇടപഴകിയാൽ അത് അവരുടെ ജോലിയെ ബാധിക്കുകയും നീതിപൂർവ്വം ന്യായം നടപ്പാക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവരെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെയാണ് PSC അംഗങ്ങൾ. ഒരാൾ PSC അംഗമാകുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വരികയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു മുൻ ന്യായാധിപൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചാനലുകളിൽ കയറിയിരുന്ന അഭിപ്രായം പറയുന്നത് ശരിയാണോ എന്ന് ഒരു ആത്മപരിശോധന നടത്തണം. ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്തിന് ഒരു മാന്യതയുണ്ട്. വിരമിച്ചാലും ആ മാന്യത നഷ്ടപ്പെടുന്നില്ല. കമാൽ പാഷയ്ക്ക് ആ മാന്യത കൈവശമില്ല എങ്കിൽ ഇതുപോലുള്ള ചർച്ചയ്ക്കൊക്കെ പോവാം. കമാൽ പാഷ രോഷം കൊള്ളേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ മുണ്ടുമുറുക്കിയെടുത്ത് ഭക്ഷണം കഴിക്കുന്ന കാലത്തും പറമ്പിൽ കിളയ്ക്കാൻ വരുന്ന ഒരു അതിഥി തൊഴിലാളിക്ക് വൈകുന്നേരം 1000 രൂപ തന്നെ എടുത്തു കൊടുക്കും. ഈ പ്രസ്ഥാനങ്ങൾ നടക്കണമെങ്കിലും കൊടുത്തേ പറ്റൂ. PSC അംഗം എന്നുള്ളത് ഭരണഘടനാ പദവിയാണ്. ആ നിലവാരത്തിലുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശമ്പളം കൊടുക്കാൻ ബാധ്യതയുണ്ട്. ഇത്രയും PSC അംഗങ്ങളുടെ ആവശ്യം എന്താണെന്നാണ് മറ്റൊരു ചോദ്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും അംഗങ്ങളില്ല. അപ്പോൾ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും പ്രത്യേകം നിയമന ബോർഡുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. കേരളത്തിൽ PSCക്ക് പുറമെ ഏക സംവിധാനം ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും മാത്രമാണുള്ളത്. ബാക്കി മുഴുവൻ PSC ആണ് നടപ്പാക്കുന്നത്. എന്നാലും ഇത്രയും പേരെ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കണം. അത് നല്ല കാര്യമാണ്. ഇയാൾ വിരമിച്ചതിന് ശേഷവും ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പള വർധന ഉണ്ടാവുകയും അതിന് മുൻകാല പ്രാബല്യം വരികയും ചെയ്തപ്പോൾ ഏതാണ്ട് 30 ലക്ഷം രൂപയാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് നടന്നു കയറിയത്. അത് ഇയാൾ വേണ്ട എന്ന് പറഞ്ഞ് മാതൃകയൊന്നും കാണിച്ചോ? ഇല്ല. ഇയാൾ ഹൈക്കോടതി ജഡ്ജിയായി വിരമിക്കുമ്പോൾ ഒരു നിശ്ചിത തുകയാണ് വിരമിക്കുന്ന സമയത്ത് ഇയാൾക്ക് ലഭ്യമായത്. എനിക്ക് ജോലി എടുത്ത സമയത്ത് ശമ്പളം കിട്ടിയതായതുകൊണ്ട് ഇനി ഒരു വലിയ തുക ആവശ്യമില്ലെന്ന് പറഞ്ഞ് മാതൃകയൊന്നും ഇയാൾ കാണിച്ചോ? അതുമില്ല. ആ തുക ലക്ഷങ്ങൾ അല്ലായിരുന്നു, അതൊക്കെ മേലെയായിരുന്നു എന്നും കൂടി ഓർക്കുന്നത് നല്ലതാണ്. ഇയാളുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ നിർബന്ധിച്ചിരുന്നുവെങ്കിൽ ഇയാൾ തൃക്കാക്കരയോ കളമശ്ശേരിയിലോ മത്സരിക്കാൻ തയ്യാറായിരുന്നു. അവരൊന്നുകൂടി നിർബന്ധിച്ചാൽ മന്ത്രിയാകാനും തയ്യാറായിരുന്നു. അന്ന് സാധിക്കാതെ പോയതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും അവരൊന്ന് നിർബന്ധിക്കാൻ വേണ്ടി സർക്കാരിനെ താറടിക്കാൻ ഓരോന്ന് കയറിയിരുന്നു പുലമ്പുന്നു. ഹൈക്കോടതിയിലെ ഒരു മുൻ ന്യായാധിപൻ, അയാൾ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കാലത്ത് എല്ലാ വർഷവും വിദേശത്തോ സ്വദേശത്തോ ഹൈക്കോടതിയുടെ ചെലവിൽ അവധിക്കാലത്ത് വിനോദയാത്രയ്ക്ക് പോകുമായിരുന്നു. ചട്ടപ്രകാരം ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് അനുവാദമുള്ള കാര്യമാണ്. പക്ഷേ അയാൾക്ക് മാത്രമേ പോകാൻ അവകാശമുള്ളൂ. ഭാര്യയ്ക്കും മക്കൾക്കും അതില്ല.
അയാൾ അവരെ കൂടെ കൊണ്ട് പോകുമായിരുന്നു. എന്തിനാ? സ്വന്തം കയ്യിൽ നിന്ന് യാത്രക്കൂലി എടുത്തു, പക്ഷേ മറ്റു ചെലവുകളെല്ലാം അയാളുടെ സർക്കാർ ചെലവിൽ നടന്നു പോയിക്കൊള്ളും. അതായിരുന്നു അയാളുടെ പരിപാടി. ഇയാൾ ചെയ്തത് തെറ്റാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. വാഴ നനയുന്നതിന്റെ കൂട്ടത്തിൽ ചേമ്പ് നനഞ്ഞു എന്ന് കരുതി തെറ്റൊന്നുമില്ല. പണ്ട് തോമസ് പാസ്കൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു എറണാകുളത്ത്. അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ മകൾ റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ട് ആ പോലീസ് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ വണ്ടി ഒന്ന് ഒതുക്കി. അദ്ദേഹം പറഞ്ഞു, മകൾക്ക് സഞ്ചരിക്കാനുള്ള വണ്ടിയല്ല, അവൾ നടന്നു വന്നുള്ളൂ എന്ന്. മുൻപ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരാൾ ജില്ലാ ജഡ്ജി ആയിരുന്ന കാലത്ത് അതേ റാങ്കിലുള്ള മറ്റൊരു ജില്ലാ ജഡ്ജിയെയും കൂട്ടി തൃശ്ശൂർ ജില്ലയിലെ ഒരു സർക്കാർ അതിഥി മന്ദിരത്തിൽ അക്കാലത്തെ ഒരു വിവാദ നായികയുമായി പോയി താമസിച്ചിരുന്നതായി പറഞ്ഞു കേട്ടിരുന്നു. ഇത് ശരിയായ നടപടിയായിരുന്നോ എന്ന് കമാൽ പാഷ ഒന്ന് വിലയിരുത്തണം. അതുപോലെയുള്ള കാര്യങ്ങളിൽ കമാൽ പാഷ ധാർമ്മിക രോഷം കൊള്ളണം. ഇയാൾ ജഡ്ജിയായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നുവെന്ന അഭിപ്രായം ഞാൻ പറയുന്നില്ല. അത് ഹൈക്കോടതിയുടെ ഇടനാഴികളിൽ കേൾക്കുന്ന